ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജേണലിൽ എങ്ങനെ എൻട്രീസ് എഴുതുന്നു പഠിച്ചു. ഇത് നമുക്ക് ലെഡ്ജറിൽ റെക്കോർഡ് ചെയ്യാൻ പഠിക്കാം. എൻ്റെ പേര് ഹരിത. എല്ലാ ലേണേഴ്സിനും ലേണേഴ്സ് ലൈവിലേക്ക് സ്വാഗതം. ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് അക്കൗണ്ടിങ്ങിലെ രണ്ടാമത്തെ ബുക്ക് ലെഡ്ജർ. അപ്പൊ നമ്മൾ ബിസിനസ് ചെയ്ത ട്രാൻസാക്ഷൻസ് ഒക്കെ ജേണലിൽ എൻട്രീസ് ആയിട്ട് എഴുതി വെച്ചു. ഇനിയിപ്പോ എനിക്ക് എന്റെ ബിസിനസ് ആണെന്ന് വെച്ചാൽ അതില് ഒരു 5-ാം തീയതി ആയിട്ട് സെയിൽ നടന്നിട്ടുണ്ടോ എന്ന് അറിയണം. അപ്പൊ ഞാൻ ജേണലിൽ നോക്കി 5-ാം തീയതി എടുത്തു, അതിൽ സെയിലിന്റെ എൻട്രി ഉണ്ടോ എന്ന് നോക്കി. ഇനി ഒരു 10-ാം തീയതിയോ ഒക്കെ ആയിട്ട് എന്തൊക്കെ ട്രാൻസാക്ഷൻ ആണ് നടന്നിട്ടുള്ളത് എന്ന് അറിയണം. അപ്പൊ ഞാൻ ഡേറ്റ് വൈസ് ആണല്ലോ നമ്മൾ ജേണലിൽ എഴുതുന്നത്. 10-ാം തീയതി എടുത്തു, അതിൽ ഏതൊക്കെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടെന്ന് നോക്കി. അപ്പൊ കുഴപ്പമില്ല അല്ലെ. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയാൻ എനിക്ക് കുഴപ്പമില്ല, ജേണലിൽ നിന്ന് ഇതൊക്കെ കിട്ടുന്നുണ്ട്. ഇനി ഒരു മാസം കഴിഞ്ഞു, ഒരു മാസത്തെ എൻ്റെ സെയിൽസ്, ടോട്ടൽ സെയിൽസ് എനിക്കറിയണം, അല്ലെങ്കിൽ ഏതൊക്കെ ദിവസങ്ങളിൽ സെയിൽസ് നടന്നിട്ടുണ്ടെന്ന് അറിയണം. എന്ത് വേണ്ടി ഈ ജേണലിലെ ഓരോ ഡേറ്റ് എടുത്തിട്ട് സെയിലിന്റെ എൻട്രി ഉണ്ടോ നോക്കണം. അതത്ര എളുപ്പമില്ല. ഇനി സപ്ലയേഴ്സിന്റെ ഞാൻ ക്രെഡിറ്റിന് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും. അപ്പൊ സപ്ലയേഴ്സിന് ഇനി എത്ര കൊടുക്കാനുണ്ട്, അതും ഈ പറഞ്ഞ പോലെ ഏതൊക്കെ ദിവസങ്ങളിലാണ് ട്രാൻസാക്ഷൻ, അത് നോക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാണ് ക്രെഡിറ്റ് സെയിൽ നടക്കണ്ടേ എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ജേണൽ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. നമ്മൾ അക്കൗണ്ടിങ് എന്തിനാ ചെയ്യുന്നത്? ബിസിനസിന്റെ കണക്കുകൾ സിമ്പിൾ, ഈസി, കമ്പയർ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ജേണലിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതായത് സെയിലിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും ക്യാഷിന് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും ഒറ്റ നോട്ടത്തിൽ നമുക്ക് കിട്ടണം. ഇതിനാണ് നമ്മൾ ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ജേണൽ പഠിച്ചപ്പോൾ അതിൽ എൻട്രീസ് എഴുതുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, അങ്ങനെ ഓരോന്നിനും അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയില്ലേ. ഈ ലെഡ്ജറിലാവുമ്പോൾ ഓരോ ഐറ്റത്തിനും ഓരോരോ അക്കൗണ്ട്. അതിന് ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട്. നമുക്ക് ഓരോരുത്തർക്കും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവില്ലേ, ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പൊ ഹരിത എന്ന പേരിൽ എനിക്കുള്ള അക്കൗണ്ട്, അത് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എൻ്റെ എല്ലാ ട്രാൻസാക്ഷൻസും അതിലാണ് എഴുതുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കുള്ള അക്കൗണ്ടിന് എന്താ, അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും ആ അക്കൗണ്ടിലാണ് എഴുതുന്നത്. അവിടെ പാസ്ബുക്ക്, ഇപ്പൊ എൻ്റെ പേരിലുള്ള പാസ്ബുക്കിൽ എന്താ, ഞാൻ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തത്, ക്യാഷ് വിഡ്രോ ചെയ്തത്, അതുപോലെ തന്നെ എന്തെങ്കിലും ബാങ്ക് ചാർജസ്, എന്തൊക്കെ ബാങ്കിലൂടെയുള്ള ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് അതാണ് എൻ്റെ അക്കൗണ്ടിലുള്ളത്. അല്ലാതെ മറ്റു കസ്റ്റമേഴ്സിന്റെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ എൻ്റെ എഴുതുന്നുണ്ടോ? ഇല്ല. അത്ര തന്നെയുള്ളൂ. ബിസിനസ്സിലേക്ക് വരികയാണെങ്കിലൊന്നും ഇതുപോലെ തന്നെ എല്ലാ ഐറ്റംസിനെയും നമ്മൾ ഓരോരോ അക്കൗണ്ട് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്. അതിൽ ആ ഐറ്റമായിട്ട് റിലേറ്റ് ചെയ്ത്, ഇപ്പൊ ക്യാഷ് ആണെങ്കിൽ ക്യാഷുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷനും അതിലെഴുതും. ഇനി സെയിൽസ് ആണ് അക്കൗണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഒരു അക്കൗണ്ട് ഉണ്ടാവും, ആ അക്കൗണ്ടിൽ സെയിൽസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ എനിക്കും അറിയണം എൻ്റെ ഈ ഒരു മാസത്തെ ഏതൊക്കെയാണ് സെയിലുകൾ, എത്രയൊക്കെയാണ് എമൗണ്ട് എന്ന് അറിയണമെങ്കിൽ സെയിൽസിന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഒരു ഐറ്റമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യം അറിയണമെങ്കിൽ നമ്മൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ആ അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട് ആണോ, പർച്ചേസ് അക്കൗണ്ട് ആണോ, ഇനിയിപ്പോൾ ഓരോ കസ്റ്റമേഴ്സിന്റെ അക്കൗണ്ട് ആണോ, സപ്ലൈസിന്റെ അക്കൗണ്ട് ആണോ, അങ്ങനെ എല്ലാ അക്കൗണ്ട്സും നമ്മൾ ലെഡ്ജറിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സോ ലെഡ്ജർ കണ്ടെയ്ൻസ് വേരിയസ് അക്കൗണ്ട്സ്. അതിലെ ഓരോ അക്കൗണ്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാതും റെക്കോർഡ് ചെയ്യുന്നു. നമ്മൾ ജേണലിലെ എൻട്രീസ് ഒക്കെ എഴുതി, അതുപോലെ ജേണൽ അതിനൊക്കെ ഒരു ഫോർമാറ്റ് പഠിച്ചു അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? നമ്മൾ ഇതിനു മുന്നേ ജേണലൈസിങ് വരെ 2 ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം ഈ ഭാഗം കാണാം. അപ്പൊ ജേണലിന് ഒരു ഫോർമാറ്റ് പഠിച്ചു, അതുപോലെ തന്നെ ലെഡ്ജറിലെ ഓരോ അക്കൗണ്ട് എന്നല്ലേ പറഞ്ഞത്, ആ അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് നമുക്ക് വഴിയെ പഠിക്കാം. ജേണലിന് നമ്മൾ ബുക്ക് ഓഫ് പ്രൈം എൻട്രി, ബുക്ക് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറഞ്ഞു. ലെഡ്ജർ എന്താ? ബുക്ക് ഓഫ് സെക്കൻഡ് എൻട്രി ഓർ ഫൈനൽ എൻട്രി. കാരണം എല്ലാ ട്രാൻസാക്ഷനും ഇനി ഫൈനലായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് ലെഡ്ജറിലാണ്. അതുപോലെ തന്നെ അക്കൗണ്ട്സിന്റെ മെയിൻ ഓർ പ്രിൻസിപ്പൽ ബുക്കാണ് ലെഡ്ജർ. ജേണലിൽ എഴുതുന്നതിന് ജേണലൈസിങ് എന്ന് പറയുന്നു, ലെഡ്ജറിൽ എഴുതുന്നതിന് പോസ്റ്റിംഗ് എന്നാണ് പറയുക. ജേണലിൽ നിന്ന് ലെഡ്ജറിലേക്ക് പോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ പോസ്റ്റിംഗ് എങ്ങനെയാണ്, അക്കൗണ്ട്സിന്റെ ഫോർമാറ്റ്, ഇതൊക്കെ പഠിക്കാം. ആദ്യം നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എൻട്രീസിന്റെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ജേണൽ എൻട്രീസ് എടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഏതൊക്കെ അക്കൗണ്ട്സ് ആണ് ലെഡ്ജറിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതൊക്കെ അക്കൗണ്ട്സ് ഉള്ളതെന്നുള്ളതൊന്ന് ലിസ്റ്റ് ചെയ്യാം. അപ്പൊ ആദ്യം അത് നോക്കാം. ഫസ്റ്റ് ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ്
5 lakhs, ക്യാപിറ്റൽ അക്കൗണ്ട് 5 lakhs. ഇനി ബാങ്കിൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റ് 10,000, ക്യാഷ് അക്കൗണ്ട് 10,000. ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് അറ്റ് 5,000, ബാങ്ക് അക്കൗണ്ട് 5,000. ഇനിയിപ്പോൾ ക്യാഷ് സെയിൽസ് ആണ് നടന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അറ്റ് 15,000, സെയിൽസ് അക്കൗണ്ട് 15,000. ഇങ്ങനെ നമുക്ക് കൂടുതൽ എക്സാമ്പിൾസുകൾ വേണമെങ്കിൽ എടുക്കാം. ഇനി ഈ 4 എൻട്രിയിൽ നിന്നും ഞാൻ ഏതാണ് ഇപ്പോൾ എൻ്റെ ബിസിനസ്സിൽ ഏതൊക്കെ അക്കൗണ്ടുകളാണ് ലെഡ്ജറിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തേൽ ക്യാഷും ക്യാപിറ്റലാണ് 2 അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ക്യാഷ് അക്കൗണ്ട് തുടങ്ങണം, അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് തുടങ്ങണം. അതുപോലെ അടുത്തേലാവുമ്പോൾ ബാങ്ക് വരുന്നുണ്ട്, ബാങ്ക് അക്കൗണ്ട് തുടങ്ങാം. പക്ഷേ അതിൽ തന്നെ ക്യാഷ് അക്കൗണ്ട് എന്നുള്ളത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ക്യാഷിന് തുടങ്ങിയിട്ടുണ്ട്, അതിലേക്ക് ഈ എൻട്രി പോസ്റ്റ് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ പിന്നത്തെ എൻട്രിയിൽ ക്യാഷും ബാങ്കും നമ്മൾ ഓൾറെഡി തുടങ്ങിയിട്ടുള്ളതാണ്. പിന്നത്തേൽ ക്യാഷ് സെയിൽസ് എന്ന് പറയുന്നതിൽ സെയിൽസ് അക്കൗണ്ട് വരുന്നുണ്ട്, അപ്പോൾ സെയിൽസ് അക്കൗണ്ട് തുടങ്ങാം. അപ്പോൾ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തത് നമ്മളെന്തൊക്കെയാണ്? ക്യാഷ്, ക്യാപിറ്റൽ, അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട്. ഇനിയിപ്പോൾ ഒരു എക്സ്പെൻസ് വരുന്നുണ്ടെങ്കിൽ ആ എക്സ്പെൻസിനായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ സ്റ്റേഷനറിക്ക് വേണമെങ്കിൽ സ്റ്റേഷനറി അക്കൗണ്ട് എന്നായിട്ട് തുടങ്ങാം, റെൻറ്റിനാണെങ്കിൽ റെൻറ്റ് അക്കൗണ്ട്. അപ്പോൾ അതിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എൻട്രീസ് അല്ലെങ്കിൽ വീണ്ടും വീണ്ടും അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന എൻട്രീസ് നമ്മൾ അതിലെഴുതും, ആ അക്കൗണ്ടിൽ എഴുതും. അപ്പോൾ നമ്മൾ അക്കൗണ്ടുകൾ ലിസ്റ്റ് ചെയ്തു. ഇനി ഫോർമാറ്റ് അറിയണം. ഓരോ അക്കൗണ്ട് എന്ന് പറയുന്നതിൻ്റെ ഫോർമാറ്റ്. ഇതാണ് ഒരു ലെഡ്ജർ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. 2 സൈഡാണ് ഡെബിറ്റും ക്രെഡിറ്റും. ഡെബിറ്റിൽ നമ്മൾ എന്താ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, അതായത് ജേണലിൽ നിന്നുള്ള റെഫറൻസിന് വേണ്ടിയിട്ട് എമൗണ്ട്. ക്രെഡിറ്റ് സൈഡിലും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ജേണൽ ഫോളിയോ, എമൗണ്ട്. അങ്ങനെ 2 ഈക്വൽ സൈഡുകളാണ്. ഇനി ഇതിലേക്കാണ് നമ്മൾ ഓരോ എൻട്രികളും പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോ എൻട്രീസ് ആയിട്ട് എടുത്തിട്ട് പോസ്റ്റിംഗ് നോക്കാം. ആദ്യം നമുക്കിപ്പോൾ ക്യാഷ് അക്കൗണ്ടിന്റെ പഠിക്കാം. ക്യാഷ് അക്കൗണ്ട് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാം. ക്യാഷ് അക്കൗണ്ട് എന്നുള്ളപ്പോൾ ഞാൻ ഹെഡിങ് എഴുതി ക്യാഷ് അക്കൗണ്ട്. അപ്പൊ അതിന്റെ ഫോർമാറ്റ്. ഇനി ഫസ്റ്റത്തെ എൻട്രി എടുത്തു, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ്, ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന്റെ എൻട്രിയാണ്. അപ്പൊ അതിൽ ക്യാഷ് എവിടെയാണ്? ഡെബിറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. സോ ഡെബിറ്റ് സൈഡിലാണ് ഈ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഈ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ഡേറ്റ് ഉണ്ട് ഡെബിറ്റ് സൈഡിൽ. അപ്പൊ ഞാൻ ഡേറ്റ് എഴുതി. ഇപ്പോൾ ഒരു 2020 ജനുവരി 1st ആണ്. അത് ഞാൻ എഴുതി വെച്ചു. പർട്ടിക്കുലേഴ്സ് അവിടെ നിൽക്കട്ടെ. എമൗണ്ട് ഉണ്ട് അതിൽ 5 ലക്ഷം. ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് 5 ലക്ഷമാണ്. ഇനി ഞാനിതിൽ പർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്നതിൽ ക്യാഷ് തന്നെ എഴുതിയെന്ന് വെക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ഒരു എൻട്രിയുടെ പോസ്റ്റിംഗ് നോക്കുമ്പോൾ എനിക്ക് ഈ അക്കൗണ്ടിൽ എന്താ മനസ്സിലാവുക? ക്യാഷ് വന്നിട്ടുണ്ട് 5 ലക്ഷം. പക്ഷെ എന്തുമായി റിലേറ്റ് ചെയ്തതാണെന്ന് എനിക്കപ്പോൾ മനസ്സിലാവില്ല അല്ലെ. ഈ ക്യാഷ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ എഴുതിയെങ്കിൽ. അപ്പൊ പർട്ടിക്കുലേഴ്സിൽ നമ്മൾ അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ഏത്? ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ്, ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് എഴുതിയത്. അപ്പൊ അതിൽ ക്യാപിറ്റലുമായി റിലേറ്റ് ചെയ്തിട്ടാണ് ക്യാഷ് വന്നത്. അപ്പൊ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് നമ്മൾ ഇവിടെ പർട്ടിക്കുലേഴ്സിൽ എഴുതേണ്ടത്. ക്യാപിറ്റൽ 5. അതായത് നമ്മൾ ഒരു എൻട്രി എഴുതുമ്പോൾ അതിലെ ഡെബിറ്റ് എന്ന് പറയുന്നത് ക്രെഡിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഡെബിറ്റുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. എക്സാമ്പിൾ പറയാം. സെയിൽ നടന്നതിന്റെ എൻട്രി ആണെങ്കിലോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ്, സെയിൽസ് അക്കൗണ്ട്. അതിൽ ക്യാഷ് ഡെബിറ്റ് ചെയ്യുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് എന്തുമായി റിലേറ്റ് ചെയ്തിട്ടാണ് അവിടെ ക്യാഷ് വന്നത്? സെയിലുമായിട്ട്. അതല്ലേ ക്രെഡിറ്റിൽ കിടക്കുന്നത്. ഇനി പർച്ചേസിന്റെ എൻട്രി ആണെങ്കിലോ പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റ്, ക്യാഷ് പോയി. എന്താ? പർച്ചേസ് ചെയ്ത കാരണമാണ് ക്യാഷ് പോയത്. അപ്പൊ അവിടെ ക്യാഷ് ക്രെഡിറ്റിൽ വന്നതുമായി റിലേറ്റ് ചെയ്തത് എന്തായിരുന്നു? പർച്ചേസ്. അപ്പോൾ ഒരു എൻട്രിയില് നമ്മൾ ഒരു അക്കൗണ്ട് വരയ്ക്കുമ്പോൾ, ഇപ്പൊ ക്യാഷ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ അതിൽ ഡെബിറ്റ് ആണ് എൻട്രിയിൽ എന്നുണ്ടെങ്കിൽ പർട്ടിക്കുലേഴ്സ് നമ്മൾ ആ ക്രെഡിറ്റിൽ എടുക്കുന്നതായിട്ടാണ് എഴുതുക. ഇപ്പൊ ഞാൻ ഈ പോസ്റ്റിംഗ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു ക്യാഷ് അക്കൗണ്ടിൽ ഡെബിറ്റ് 5 ലക്ഷം രൂപ വന്നിട്ടുണ്ട്. അതായത് ഡെബിറ്റ് ആയ കാരണം വന്നിട്ടുണ്ട്. എന്തുമായി റിലേറ്റ് ചെയ്തിട്ട്? ക്യാപിറ്റൽ. ഇനിയിപ്പോൾ ഇവിടെ സെയിലുമായി റിലേറ്റ് ചെയ്തിട്ടായിരുന്നെങ്കിൽ ഞാനിവിടെ സെയിൽസ് എഴുതിയായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലാവും സെയിലുമായി റിലേറ്റ് ചെയ്തിട്ടാണ് പറഞ്ഞത്. അപ്പൊ ആദ്യത്തെ എൻട്രി നമ്മൾ പോസ്റ്റ് ചെയ്തു ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റ്, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത എൻട്രി ബാങ്കിൽ നമ്മൾ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തതിന്റെ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റ്, ക്യാഷ് അക്കൗണ്ട് 10,000. അപ്പൊ അതിൽ ക്യാഷ് അക്കൗണ്ട് എവിടെയാണ്? ക്രെഡിറ്റിലാണ് വന്നത്. അപ്പൊ ക്രെഡിറ്റില് ഡേറ്റ് ഉണ്ടാവും ജനുവരി 5th ആണെന്ന് വെക്കാം 2020. എമൗണ്ട് 10,000 വരണം, അതും എഴുതി. പർട്ടിക്കുലേഴ്സിൽ എന്ത് എഴുതണം? ആ ക്യാഷ് ക്രെഡിറ്റ് ആവാൻ എന്താ കാരണം? ബാങ്ക് അല്ലെ, ബാങ്കിൽ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തതാണ്. അപ്പൊ ഡെബിറ്റിൽ കിടക്കുന്ന ബാങ്ക് എന്ന് പറയുന്നതാണ് നമ്മൾ പർട്ടിക്കുലേഴ്സിൽ എഴുതേണ്ടത്. ബാങ്ക് അക്കൗണ്ട് ആണ് ഇവിടെ എഴുതുന്നത്. കണ്ടോ?
ഇത്രയാണ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ 2 എൻട്രീസ് നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇത് ഞാൻ നോക്കുമ്പോൾ എനിക്ക് എന്താ മനസ്സിലാവുന്നത്, ക്യാഷ് അക്കൗണ്ട് അല്ലെ, ക്യാഷ് അക്കൗണ്ടിലെ 5 ലക്ഷം രൂപ വന്നിട്ടുണ്ട് ക്യാപിറ്റൽ ആയിട്ട്. അതുപോലെ തന്നെ 10,000 ക്രെഡിറ്റ് അപ്പൊ പോയിട്ടുണ്ട്, ബാങ്കിലേക്കാണ് പോയത്. സാധാരണ എന്താവും, ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തതായിരിക്കും. അപ്പൊ ഇത്ര ഉള്ളത് കണ്ടോ, ആ ഒരു അക്കൗണ്ട് നോക്കിയപ്പോ എനിക്ക് ആ 2 ട്രാൻസാക്ഷനും മനസ്സിലായി. ഇനിയിപ്പോ ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തതാന്ന് വെക്കാം. അപ്പൊ എന്തായാലും ഉണ്ടാവുക, ക്യാഷ് അക്കൗണ്ട് അറ്റ് ബാങ്ക് അക്കൗണ്ട് 5,000 ആണെന്ന് വെക്കാം. അപ്പൊ എന്താവും, ഡെബിറ്റിലാണ് ക്യാഷ് എടുക്കുന്നത്, ഡേറ്റ് ഇവിടെ എഴുതി, ഇനി എമൗണ്ട് 5,000 ആണെന്ന് പറഞ്ഞു, അത് എഴുതി. നേരെ ഓപ്പോസിറ്റ് ക്രെഡിറ്റിൽ കിടക്കുന്നത് എന്താ, എന്ത് കാരണമാണ് അവിടെ ക്യാഷ് വന്നത്, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്ത കാരണം. അപ്പൊ ബാങ്ക് അക്കൗണ്ട്. അപ്പൊ എൻട്രി നമ്മൾ നോക്കുന്നു, അതിൽ ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ ഐറ്റം കിടക്കുന്നത് നോക്കുക, ആ സൈഡ് തന്നെ എഴുതുക, ഡേറ്റും എഴുതുക, എമൗണ്ട് എഴുതുക, പർട്ടിക്കുലേഴ്സിൽ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന ഐറ്റം എടുത്ത് എഴുതുക. അങ്ങനെ നമ്മൾ പോസ്റ്റിങ്ങുകളൊക്കെ ചെയ്തു നോക്കുക. ഇനിയിപ്പോ ഒരു 1 ഇയർ അല്ലെങ്കിൽ 1 മന്തോ കഴിഞ്ഞു, എനിക്ക് എത്രയാണ് എന്റെ കയ്യിലുള്ള ക്യാഷ് ബാലൻസ് എന്ന് അറിയണം. ഇനിയിപ്പോ ഓരോ അക്കൗണ്ട് ആണെങ്കിൽ അതിന്റെ ബാലൻസ് അറിയണം, ടോട്ടൽ സെയിൽസ് എത്രയുണ്ട്, ടോട്ടൽ പർച്ചേസ് എത്രയുണ്ട്, അതായത് റിട്ടേണുകളൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ, ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എത്ര ബാലൻസ് ഉണ്ടെന്ന് അറിയാം. അപ്പൊ ഓരോ അക്കൗണ്ടിന്റെ ബാലൻസ് അറിയണം അല്ലെ. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ എനിക്ക് 5,05,000, അങ്ങനെ 5,05,000 രൂപ ഡെബിറ്റ് ആയ കാരണം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. അതിൽ നിന്ന് 10,000 പോയിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇത് സാധാരണ രീതിയിൽ നമ്മൾ എങ്ങനെയാ അതിന്റെ ഒരു ബാലൻസ് കാണാം, 5,05,000 നിന്ന് 10,000 കുറയ്ക്കും, ബാക്കി 4,95,000 ആയിരിക്കും ഇപ്പൊ എന്റെ കയ്യിലുണ്ടാവുക. അത്ര തന്നെയുള്ളൂ. ഈ 5,05,000 എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് എടുത്തത്, കൂടുതലുള്ള ഭാഗം ഇതാണ്. ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ, ഏതാ കൂടുതലുള്ള ഭാഗം നോക്കുക. ആ കൂടുതലുള്ള ഭാഗത്ത് നമ്മൾ ടോട്ടൽ എഴുതി വെക്കുക. അതായത് 5,05,000 ആണ്, അത് ഞാൻ ഇവിടെ എഴുതി വെച്ചു. അതിൽ നിന്ന് അടുത്ത സൈഡ്, അതായത് കുറവുള്ള ഭാഗം നമ്മൾ കുറയ്ക്കുകയാണ്. ഇവിടെ ഇപ്പൊ 10,000 മാത്രമേ കുറയ്ക്കാനുള്ളൂ. അപ്പൊ നമ്മൾ 5,05,000 നിന്ന് 10,000 കുറച്ചു. അപ്പൊ എത്ര കിട്ടി, 4,95,000. ഇതാണ് നമ്മുടെ ബാലൻസ് അല്ലെ. ഈ ബാലൻസ് നമ്മൾ എഴുതേണ്ടത് കുറവുള്ള ഭാഗത്ത് ബാലൻസ് ക്യാരി ഡൗൺ, C/D എന്നാണ്, ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് ഈ 4,95,000 എഴുതി വെക്കുക. നോക്കൂ നിങ്ങൾ, ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ എന്താ, ഈ 5,05,000, അതായത് അക്കൗണ്ട് 2 സൈഡും ടോട്ടൽ ഈക്വലായി. ഇതിൽ ഈ ഭാഗത്ത് 10,000 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ കൂടുതലുള്ള ഭാഗത്ത് 5,05,000 നിന്ന് 10,000 കുറച്ച് കിട്ടിയ ബാലൻസ് അതേ സൈഡിൽ തന്നെ എഴുതി. അതുകൊണ്ട് ആ ടോട്ടലും ഈക്വലായി. അപ്പൊ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഏത് ഭാഗമാണോ കുറവ് ആ ഭാഗത്താണ് എഴുതി വെക്കേണ്ടത്. ഇങ്ങനെയാണ് ബാലൻസ് ചെയ്യുക. പക്ഷെ ഈ ബാലൻസ് വന്നിട്ടുള്ളത് എവിടെയാ, ക്രെഡിറ്റ് സൈഡിലാണ്. അപ്പൊ അത് വിചാരിച്ചിട്ട് ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ് ക്രെഡിറ്റ് ആണ് നമ്മൾ പറയും. അല്ല, നമ്മൾ പഠിച്ചിരിക്കണം എന്താ, ക്യാഷ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡെബിറ്റ് ബാലൻസ് ഉള്ള ഒരു ഹെഡ് ആണെന്ന് അല്ലെ, അസെറ്റ് ആണ്. സോ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കണം. അത് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം ഒന്നെങ്കിൽ അത് പിറ്റത്തെ മാസത്തേക്കോ അല്ലെങ്കിൽ പിറ്റത്തെ ഇയറിലേക്കോ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ഏത് സൈഡിലാണോ ബാലൻസ് ക്യാരി ഡൗൺ വന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് അത് എഴുതും. അപ്പൊ ഈ ബ്രോട്ട് ഡൗൺ നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും ഒരു അക്കൗണ്ടിന്റെ ബാലൻസ് പറയാം. ക്യാരി ഡൗൺ നോക്കിയിട്ടല്ല നമ്മൾ എപ്പോഴും ഒരു അക്കൗണ്ടിന്റെ ബാലൻസ് പറയാ, നേരെ ഓപ്പോസിറ്റ്, അതായത് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ എഴുതും. അതാണ് ഇപ്പൊ ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ് ഇവിടെയാണ് ക്രെഡിറ്റ് സൈഡിലാണ് വന്നത്, അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണെന്നാണ് പറയാ. അതുപോലെ ഇപ്പൊ സെയിൽസ് അക്കൗണ്ട് ആണ് നമ്മൾ എഴുതി വെക്കുക. സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു ഐറ്റം ആണല്ലോ, കാരണം ഇൻകം. പക്ഷെ അത് നമ്മൾ ബാലൻസ് ചെയ്ത് വരുമ്പോൾ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെബിറ്റിലാ വരിക. അതിനർത്ഥം അതിന്റെ ഡെബിറ്റ് ബാലൻസ് ആണെന്നല്ല, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അപ്പൊ ക്രെഡിറ്റ് ബാലൻസ് ആണ് സെയിൽസിനെ എന്ന് പറയാം. അപ്പൊ ഇത്രയാണ് ഒരു അക്കൗണ്ട്, അതിന്റെ ബാലൻസിങ്. പിന്നെ ഏതാണ് ആ ബാലൻസ്, ക്രെഡിറ്റ് ആണോ ഡെബിറ്റ് ആണോ, ഇത്രയൊക്കെ ഉള്ളൂ ലെഡ്ജറിൽ പഠിക്കാം. ഇനി ഇതിപ്പോ ഞാൻ ക്യാഷിന്റെ മാത്രമാണ് പറഞ്ഞത് അല്ലേ. ഇനി സെയിൽസ് അക്കൗണ്ട് ഉണ്ട്, പർച്ചേസ് അക്കൗണ്ട്, ഓരോ അക്കൗണ്ട് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ചെയ്യണം. അപ്പൊ എക്സാമിനൊക്കെ ആവുമ്പോൾ നമ്മൾ ഓരോ എൻട്രീസും തപ്പിപ്പിടിച്ചു. അപ്പൊ ആദ്യം ഞാൻ ക്യാഷ് അക്കൗണ്ട് വരച്ചു. അപ്പൊ ഞാൻ എന്താ നോക്കിയിട്ടുണ്ടായിരുന്നു, ഒരു എൻട്രി എടുത്തു, അതിൽ ക്യാഷ് ഉണ്ടോ നോക്കി, രണ്ടാമത്തെ എൻട്രി എടുത്തു, അതിൽ ക്യാഷ് ഉണ്ടോ നോക്കി. അങ്ങനെ ചെയ്യുമ്പോൾ അതൊരു എളുപ്പം ഈസി വേ അല്ല നമുക്ക് എക്സാമിനൊന്നും. അപ്പൊ എക്സാമിന് എപ്പോഴും ചെയ്യുമ്പോൾ നിങ്ങൾ ഇതുപോലെ ലിസ്റ്റ് ചെയ്യാം, ഏതൊക്കെ അക്കൗണ്ടുകളാണ് എന്നുള്ളതൊന്ന് ലിസ്റ്റ് ചെയ്യാം.
എന്നിട്ട് അത് ഒരുമിച്ച് വരയ്ക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമിന് നിങ്ങളപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ അക്കൗണ്ട്സും ഒരുമിച്ച് ആദ്യം ആ ഫോർമാറ്റ് അങ്ങോട്ട് വരച്ചു വെക്കുക. കുറച്ച് സ്പേസ് വിടുന്നു, ഏകദേശം എത്ര എൻട്രീസ് ഉണ്ടെന്ന് അറിയാലോ. അപ്പോൾ ഏകദേശം കുറച്ച് സ്പേസ് വിടുക. കുറച്ചധികം സ്പേസ് ആയാലും കുഴപ്പമില്ല, ഒരു അക്കൗണ്ടിന് വേണ്ടി കുറച്ചധികം സ്പേസ് വിട്ടിട്ട് അടുത്ത അക്കൗണ്ട് ആയാലും കുഴപ്പമൊന്നുമില്ല, മാർക്ക് കിട്ടും. ഞാൻ ബോർഡിൽ ജസ്റ്റ് പർട്ടിക്കുലേഴ്സും എമൗണ്ടും അത്രേ ഞാൻ വരച്ചിട്ടുള്ളൂ, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ബട്ട് ഡേറ്റിന്റെയും ചാനൽ ഫോളിയോനും കോളം കൊടുത്തിട്ടില്ല. ഇപ്പൊ ഇത്രയാണ് ഞാൻ വരയ്ക്കുന്നത്. ഇപ്പൊ ക്യാഷ്, അതുപോലെ ക്യാപിറ്റലും ബാങ്കും. ഇനി ബാക്കിയുള്ളതും അങ്ങനെ വരച്ചിട്ടുണ്ടെന്ന് വെക്കാം. അപ്പൊ ആദ്യത്തെ എൻട്രി ആണ് എടുത്തു, അതിൽ ക്യാഷ് അക്കൗണ്ട്, ഡെപ്റ്റർ, ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. അപ്പൊ ക്യാഷിനും ക്യാപിറ്റലും ആണ് അല്ലെ. അപ്പൊ ക്യാഷ് അക്കൗണ്ട് എടുത്തു, ആദ്യം ഡെബിറ്റിൽ വന്നിരിക്കുന്നത് ക്യാഷ് ആണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഡെബിറ്റിലെ ഡേറ്റും എഴുതി, അതുപോലെ തന്നെ എമൗണ്ട് 5 lakh എഴുതി. ഞാൻ ക്രെഡിറ്റ് എവിടെയാണ്? ക്യാപിറ്റൽ. അപ്പൊ ക്യാപിറ്റലിൽ ക്രെഡിറ്റ് ആണ്. സോറി, ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഡെബിറ്റും ക്രെഡിറ്റും. അപ്പൊ ക്രെഡിറ്റിലാണ് ഡേറ്റ് എഴുതി, ക്രെഡിറ്റിലും എമൗണ്ട് എഴുതി വെച്ചു. അപ്പൊ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും നമ്മൾ എമൗണ്ട് എഴുതി. ഇനി എന്താ? ക്യാഷിന്റെ അക്കൗണ്ടില് ക്യാപിറ്റലിന് എഴുതാം, ക്യാപിറ്റലിന്റെ അക്കൗണ്ടില് ക്യാഷ് എന്ന് എഴുതി. അപ്പൊ ഒരു എൻട്രി അതാ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ എൻട്രി, അപ്പൊ നമുക്ക് ഓർഡറിൽ തന്നെ ഓരോ എൻട്രി ആയിട്ട് എടുക്കാം. ഈ രണ്ടാമത്തെ എൻട്രിയില് ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ ക്യാഷ്. അപ്പൊ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ ഡെബിറ്റില് ബാങ്കില് ഡേറ്റും എഴുതി, എമൗണ്ട് ഇപ്പൊ 10,000 ആണെങ്കിൽ അത് എഴുതി. ക്രെഡിറ്റ് വന്നത് ക്യാഷ് ആണ്, ക്യാഷിന്റെ ക്രെഡിറ്റിലും ഡേറ്റും 10,000 എമൗണ്ട് എഴുതി. ബാങ്കിന്റെ കോളത്തിൽ ഇവിടെ പർട്ടിക്കുലേഴ്സിൽ എന്താ എഴുതേണ്ടത്? ക്യാഷ് ആണ് എഴുതേണ്ടത്. ക്യാഷിലോ ബാങ്ക് എഴുതണം, ഡെബിറ്റും ക്രെഡിറ്റിന്റെയും ഓപ്പോസിറ്റ് സൈഡ്. ഇത്രേ ഉള്ളൂ, അതും എഴുതി. ഇനിയിപ്പോ അടുത്തൊരു എൻട്രി എന്താ പറഞ്ഞ, ഇപ്പൊ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യണ എൻട്രി ആണെങ്കിലോ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ബാങ്ക് അക്കൗണ്ട്. അടുത്ത എൻട്രി എടുക്കുമ്പോൾ അതൊരു സെയിൽസിന്റെ എൻട്രി ആണെന്ന് വെക്കുക, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ സെയിൽസ്. അപ്പൊ ഇവിടെ സെയിൽസിന്റെ ഒരു അക്കൗണ്ട് കൂടി വരച്ചിട്ടുണ്ടാവും നിങ്ങൾ. ആ നേരെ ഓപ്പോസിറ്റ് എൻട്രികൾ എഴുതി വെക്കുക. ഇതാവുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ക്യാഷ് അക്കൗണ്ട് മാത്രമാണ് ആദ്യം മെയിൻറ്റെയിൻ ചെയ്തത്, അല്ലെങ്കിൽ എല്ലാതും നോക്കി ക്യാഷ് അക്കൗണ്ട് മാത്രം എഴുതിയെന്ന് വെക്കുക. ചില എൻട്രീസ് വിട്ടുപോവാം, ഏതെങ്കിലും എൻട്രീസ് വിട്ടുപോവാം, അല്ലെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഇപ്പോ സെയിൽസ് ആവാന്ന് വെച്ചാൽ ആ സെയിൽസ് അക്കൗണ്ടിലേക്ക് പിന്നെ അത് പോസ്റ്റ് ചെയ്യാൻ മറന്നു പോവാം. ഇതാകുമ്പോൾ ഓരോ എൻട്രി ഓർഡറിൽ നമുക്ക് എഴുതി കഴിഞ്ഞാൽ ഓരോന്നും നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാർക്ക് ചെയ്യാം. നമ്മുടെ ഓരോ എൻട്രീസ് നമ്മൾ പോസ്റ്റ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാം. അപ്പൊ എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒരുമിച്ച് അങ്ങോട്ട് ലെഡ്ജറുകൾ വരച്ചു വെക്കുക, അക്കൗണ്ട്സ് വരച്ചു വെക്കുക, എന്നിട്ട് ഒരുമിച്ച് പോസ്റ്റ് ചെയ്ത് പോവുക. അപ്പൊ ഇതിന്റെ ക്യാരി ഡൗൺ വന്നിരിക്കുന്നത് ക്രെഡിറ്റിലാണ്. അപ്പൊ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ക്യാപിറ്റലിന്റെ ക്യാരി ഡൗൺ വന്നിരിക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. അപ്പൊ ക്യാപിറ്റലിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. ബാങ്കിന് ക്രെഡിറ്റിലാണ് ബാലൻസ് ക്യാരി ഡൗൺ വന്നിട്ടുള്ളത്, അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണ്. ഇതാണ് നമ്മുടെ ലെഡ്ജറിൽ പോസ്റ്റിംഗ് പഠിക്കാനുള്ളത്. ഇന്നത്തെ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ഈ ക്വസ്റ്റ്യൻസിൻ്റെ PDF ഫയൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് മുൻ വർഷങ്ങളിൽ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു. ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ആണിത്. ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് ഒരുമിച്ചുള്ള PDF ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റേ സേഫ്. താങ്ക് യു.